ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഒന്ന് പോണത് ചെന്നൈയിൽ ബ്രോക്കൺ ബ്രിഡ്ജ് എന്ന സ്ഥലത്തേക്കാണ്. ഇപ്പോൾ ടൈം ഏകദേശം 5 മണിയായി. അരമണിക്കൂർ യാത്രയാണ് ഇവിടുന്ന് കാണിക്കുന്നത്. ഈ ബ്രോക്കൺ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഒരു 6:30 തുറക്കുള്ളൂ സംഭവം. പക്ഷേ ഞാൻ റൈഡിങ്ങിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ നേരത്തോടെ എണിച്ച് റൈഡിങ്ങിന് ഇറങ്ങി. ഓക്കെ, നമ്മളൊരു ബ്രോ അവിടെ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചായ കുടിച്ച് ഇതാണ് ചായ കുടിച്ചോലെ കൂൾ ബിസിനസ്. അവിടെ മലയാളിയുടെ കട കേട്ടോ. നമ്മൾ ഇവിടുന്ന് പോവാം. ഇവിടുന്ന് ഏകദേശം 16 മിനിറ്റ്. നമ്മളിവിടെ എത്തി. അങ്ങോട്ട് പോകണം, ബ്രോക്കൺ ബ്രിഡ്ജിലേക്ക്. ഇതെന്താ സംഭവം എന്ന് അറിയില്ല. ബീച്ചാണ് കാണുന്നത്. ബ്രോനെ വെയിറ്റ് ചെയ്യാം, ബ്രോ കുളിച്ചോട്ടെ. അത് ഞാനിവിടെ കുറച്ച് നേരം ഇരുന്നിരുന്നേ. കുറച്ച് അവിടെ 6:30 ആവുമല്ലോ തുറക്കാൻ. കാരണം അവിടെ ഇരുന്നതാ കുറച്ച് നേരം കഴിഞ്ഞ്. ബ്രോക്കൺ ബ്രിഡ്ജ് പുഴിമണ്ണ് നായ, നല്ല പുഴിമണ്ണാട്ടോ അവിടെ. ഇവിടെ കുറേ വീടും സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. ഈ പണ്ടത്തെ ബ്രോക്കൺ ബ്രിഡ്ജിത്തെ റൂട്ടാന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, റൈറ്റ്. കുറേ നായ്ക്കളും കുറേ വീട്ടുകാരും കുറേ വീടും ഒക്കെ ഉണ്ട് ഇവിടെ ഈ കരിയിൽ. ട്ടോ ഈ സൺറൈസ് എടുക്കാനാണ് ടൈം ലാസ്റ്റ് കാരണം ഞാൻ എനിക്ക് ഓടിക്കൊണ്ടിരിക്കുന്നത്. അയ്യോ, ഓഫ് റോഡ് എന്ന് പറയുമ്പോൾ പുഴിമണ്ണി റോഡാണിത് ഫുള്ളായിട്ട്. ഇവിടെ നല്ല സെറ്റായി, നല്ല റോഡാണ്, കുഴപ്പമില്ല. പുഴിമണ്ണാണ്, സ്ലിപ്പാവുന്നുണ്ട് ചില ടൈമിൽ, അതാണ് സീൻ. ഇനി ഞായറാഴ്ച അത്യാവശ്യം ആൾക്കാർ വന്നിട്ടുണ്ട് ഇവിടെ. ഒരു രക്ഷയില്ല ക്രൗഡ്. നോക്കി ഒരുപാട് പേരുണ്ട്. എൻ്റെ അമ്മച്ചി, ഇവിടെ എങ്ങനെ ടൈം ക്ലാസ് എടുത്താണ്. പോവില്ല. ഭയങ്കര ആൾക്കാരാണല്ലേ പിന്നെ ബ്രോ. ഇതാണ് ബ്രോക്കൺ ബ്രിഡ്ജ്. ഇതിന്റെ പിന്നിൽ എന്തോ ഒരു കഥ ഉണ്ട്. അത് നമുക്ക് ചിത്രനോട് ഇത് ഇവിടെ നോക്കിയിട്ട് പറയാം.
അതന്നെ അതെവിടെയാണ് കാണാനല്ലോ. നമുക്കെന്തായാലും ബ്രിഡ്ജിൻ്റെ മേലെ കയറിയിട്ട് നോക്കാം അല്ലേ പിന്നെ ബ്രോ? അയ്യോ അയ്യോ ഇതെങ്ങനെ കയറണേ? അതെ ഓ ഇത് സീനാണ് കേട്ടോ. അയ്യോ താങ്ക് യു. ഓക്കെ ഞാൻ അങ്ങനത്തെ ബ്രിഡ്ജിൻ്റെ മേലെ കയറിയുണ്ട്. പിന്നെ ബ്രോ ഇവിടെ ബ്രോ ഹെൽപ്പേനോ? ആ ജസ്റ്റിന് അടിക്കാറില്ല മറ്റേ എങ്ങനെ അതന്നെ സാധനം. ആ കയറാൻ പറ്റും. നല്ല വൈബാണ് കേട്ടോ ബ്രോ. ഫോട്ടോ എടുക്കാൻ പറ്റിയ ക്യാമറ ഇല്ലേ? ആ ഉണ്ട്. ഇതേതാ ബിൽഡിങ്? കാണുന്നത് കച്ചറയാണോ അതോ? കച്ചറയുണ്ട് കിളികളും ഉണ്ട്. രണ്ടും മനസ്സിലാവുന്നില്ല. ഇവിടെ കുറേ മീൻ പിടിക്കുന്ന ആൾക്കാരെ കാണാം നമുക്ക്. ഫ്രിഡ്ജ് നടക്കുമ്പോൾ സൂക്ഷിക്കണം, ചിലപ്പോൾ വല്ല ഓട്ടൊക്കെ ഉണ്ടാവും. അത് കണ്ടോ, നോക്കുമ്പോൾ ശ്രദ്ധിച്ച് നടക്കണം, അല്ലെങ്കിൽ വെട്ടി ഇവിടെ മണ്ണെടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് ഫോട്ടോഗ്രാഫർമാരുണ്ട് കേട്ടോ അവിടെ. ഈ ലവ് സീൻ എടുക്കാൻ വന്നുള്ളതാണ് അല്ലേ? അതെ അതെ. ബ്രോക്കൺ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഈ ബ്രോക്കൺ കാണണം, എന്നാലും അതിൻ്റെ ഇതുവരെ എത്തണം. നമ്മൾ ഇതിലെ നടന്നെത്തണം. ഇവിടെ കുറേ പടം ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട് പടത്തിൽ. ആ ഞായറാഴ്ച കാരണം ഭയങ്കര ക്രൗഡാ. ഇത് നമ്മൾ വന്ന ടൈം ഇത് ബ്രോക്കൺ ആവാൻ ഞാൻ മതി. ഇത് കണ്ടോ അവിടെ മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ. ആര്? ആ എൻഡ് ഓഫ് ദ ബ്രോക്കൺ ബ്രിഡ്ജ്. അവിടെ വീഴരുത്. എൻ്റെ പൊന്നെ ആണല്ലോ അതൊക്കെ കാണുനോക്കിയേ. ആ അതിൻ്റെ ഒരു പോയിന്റാണ് കാണുന്നല്ലേ. നിങ്ങൾക്ക് കാണുന്നുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ഈ എൻഡ് പോയിന്റ് കാണാം. അവിടെ പോയിട്ട് ഞങ്ങൾ നടന്ന് ഇങ്ങനെ വന്ന് ഇവിടുന്ന് നിന്ന് കിട്ടുന്ന ഒരു വ്യൂസാണ് ഇത് കാണാം, ഫുള്ളായിട്ട് കാണാം നമുക്ക്. ബ്രോ വൺ ഫോട്ടോ പ്ലീസ്. ഓക്കെ ആ ഓക്കെ സോറി, നമ്മളെ ബ്രോനെ പരിചയപ്പെടുത്താൻ മറന്നു. ബ്രോ ബിനു. ഓക്കെ, ഞങ്ങൾ കൂടെ എല്ലാ റൈഡിനും കൂടെ ഉണ്ടാകുന്ന ആളാണ് ബിനു ബ്രോ. പിന്നെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ അടുത്ത് നമുക്ക് അവിടെ പോയിട്ട് അവിടെ നിന്നുള്ളൊരു ആംഗിൾ ഞാനൊരു വീഡിയോ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ, എസ്റ്ററി കിട്ടിയാ? ആ ബ്രോ എസ്റ്ററി എന്താ കിട്ടിയോ? കിട്ടിയില്ല, വെരി ബാഡ്. ഇനി നമ്മൾ ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്യേണ്ടി വരും അല്ലേ? ഏറ്റവും വലിയ സംഭവം എന്താ വെച്ചാൽ കയറാനാണ് പാട്. ഫാമിലിയായിട്ടൊന്നും വന്നിട്ട് കാണാൻ പറ്റില്ല, അടിയിൽ പോയി ഒന്ന് കാണാമെന്ന് മാത്രം. നമ്മൾ ജെൻസിന് മാത്രം കയറാൻ പറ്റില്ല, അവിടെ പയ്യന്മാർക്ക് കയറണുണ്ട്. അത് ഈ പാലം അടിയിൽ നിന്ന് കാണുന്നുണ്ടോ? ഇവിടേക്ക് കയറാൻ കുറച്ച് പാടാ, ചാടനാണോ? ഓക്കെ, ഇവിടെ ഒരു കയറാനുള്ള ഒരു സംഭവമൊന്നുമില്ല. സൺറൈസ് കിട്ടിയില്ല കേട്ടോ, നമുക്ക് എടുക്കാൻ പറ്റിയില്ല. ഇത് ആ പാലാണ്, അതായത് കാണുന്നതാണ് ആ പാലം.
ഇവിടെ ഒരാളോട് ചോദിച്ചു എന്താ സംഭവം എന്ന്, ഈ പാലത്തിൻ്റെ എന്തൊരു ഹിസ്റ്ററി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ ഗ്രാമമുണ്ട്, ഇപ്പുറത്ത് ഗ്രാമമല്ല വീടുകളുണ്ട്, ആ വീട്ടിൽ പിന്നെ മത്സ്യത്തൊഴിലാളികളുണ്ട്, അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ട് പാലാണ് ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണ്. അതിൻ്റെ ശേഷം ഇവിടെ ഫുള്ള് ഈ ബ്രോക്കൺ ബ്രിഡ്ജ് എന്നുള്ള പേര് വന്ന് ഇപ്പോൾ എല്ലാവരും രാവിലെ വന്നിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് നല്ല ഫോട്ടോസും ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്ഥലമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ അത്. നമ്മുടെ ബ്രോക്കൺ ബ്രിഡ്ജ് കാഴ്ചകളൊക്കെ കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു, കുറേ ഫോട്ടോസ്, നല്ല രസമായിരുന്നു മോർണിംഗിൽ. പക്ഷേ സൺറൈസ് കാണാൻ പറ്റിയില്ല, ഒരു മേഘങ്ങൾ മൂടിയിരിക്കണ കാരണം ഒന്നും പറ്റിയില്ല, എടുക്കാൻ പറ്റിയില്ല. വേറെ കുറേ ഫോട്ടോസുകളൊക്കെ എടുത്ത് സെറ്റായി ഞാൻ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കട്ട സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ അടുത്ത് തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, ബൈ ബൈ.